മഹിളാ കോൺഗ്രസ് സാഹസയാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി. പാലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ ജെബി മേത്തർ എം പി മുഖ്യപ്രഭാഷണം നടത്തി. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണ വൈകല്യം കേരളത്തെ താറുമാറാക്കിയ സാഹചര്യത്തിൽ സ്ത്രീകളുടെ സുരക്ഷയും ക്ഷേമവും ഉൾപ്പെടെ കേരളത്തിന്റെ സ്വത്വം വീണ്ടെടുക്കാനുള്ള ഒരേ ഒരു മാർഗം ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളതാണെന്നും അതിനായുള്ള പോരാട്ടത്തിൽ മഹിളാ കോൺഗ്രസ് മുന്നിൽ നിൽക്കുമെന്നും അഡ്വക്കേറ്റ് ജെബി മേത്തർ പറഞ്ഞു. സാധാരണക്കാരന്റെയും ജീവിതം ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനങ്ങൾ മാത്രമെടുക്കുന്ന, എല്ലാ മേഖലയിലും തകർച്ചയുടെ വക്കിലായി നിൽക്കുന്ന ആരോഗ്യ മേഖലയാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഈ കോട്ടയത്ത് നടന്ന ചില കാര്യങ്ങൾ ഞാൻ പ്രത്യേകമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് തകർന്നു വീണ്. ആ ബിൽഡിംഗിൽ തകർന്നു വീണപ്പോൾ തന്നെ അവിടെ 2 മന്ത്രിമാർ അവിടെ ഓടിയെത്തി. അവിടെ എത്തിയതിനു ശേഷം അവർ എടുക്കേണ്ടിയിരുന്ന തീരുമാനം അവരെടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു തിരക്കാണ് അവർക്ക്. അതായത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അവരുടെ ഭാഗത്ത് പാകപ്പിഴകളൊന്നുമില്ല, ഇത് പൂട്ടിയിട്ടിരുന്ന ബിൽഡിംഗ് ആണ്, ഇവിടെ ആൾപെരുമാറ്റമില്ല, ആർക്കും അത് ഉപയോഗിക്കുന്നില്ല എന്നെല്ലാം വരുത്തി തീർക്കാനുള്ള ബന്ധപ്പാടിൽ അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട ഒരു സ്ത്രീ ബിന്ദു ചേച്ചി അവിടെ ആ ബിൽഡിംഗ് തകർന്നു വീണെടുത്ത് ശ്വാസം കിട്ടാതെ മരണമടയുകയായിരുന്നു. സ്വീകരണ സമ്മേളനത്തിൽ 100 കണക്കിന് പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനി ബിജോയ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ സുരേഷ്, പ്രൊഫസർ സതീഷ് ചൊല്ലാനി, മായ രാഹുൽ, തോമസ് ഊട്ടി നെച്ചിക്കാട്ട്, ലീലാമ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ ഇൻസ്പിറേഷൻ അവാർഡ് ജേതാവ് മാസ്റ്റർ അജിൻ ബെന്നിയെ ചടങ്ങിൽ ആദരിച്ചു.